Hallo, guten Tag. Willkommen auf meinem Kanal. Welcome to my channel Easy German in Malayalam. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡാറ്റീവ് കേസ് സെൻറ്റൻസ് സ്ട്രക്ചറാണ് പഠിക്കാൻ പോകുന്നത്. ഇതുവരെയുള്ള ലെസണുകളിൽ നമ്മൾ നോമിനാറ്റീവ് പഠിച്ചു, അതുപോലെ തന്നെ അക്യൂസാറ്റീവ് സെൻറ്റൻസ് മേക്കിംഗ് ഒക്കെ നമ്മൾ പഠിച്ചു. പിന്നെ കൂടാതെ കുറച്ചധികം എക്സാമ്പിൾ നമ്മൾ എഴുതി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഡാറ്റീവ് എങ്ങനെയാണെന്ന് നോക്കാം. ഫങ്ഷൻ. It is used to indicate the indirect object of a sentence, which is typically the recipient of an action. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അക്യൂസാറ്റീവ് എന്ന് പറയുന്നത് സെൻറ്റൻസിലെ ഡയറക്റ്റ് ഒബ്ജക്റ്റും ഡാറ്റീവ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ആയിരിക്കും. അതായത് ആ ഡയറക്റ്റ് ഒബ്ജക്റ്റിൻ്റെ ആ ഒരു റിസിപ്പിയൻ്റ് ആയിരിക്കും, ഒരു സ്വീകർത്താവായിരിക്കും ഡാറ്റീവ് എന്ന് പറയുന്നത്, ഡാറ്റീവ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത് വെയിം, ടു ഹൂം, ആർക്ക് വേണ്ടി എന്നൊക്കെ ഉള്ളൊരു മീനിങ്ങിലാണ് വരിക. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഐ റൈറ്റ് എ ലെറ്റർ ടു ദ ഫ്രണ്ട്. ഇവിടെ ഈ ഫ്രണ്ട് എന്ന് പറയുന്നത് ഫീമെയിൽ ഫ്രണ്ടിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ അതായത് ഞാനൊരു ലെറ്റർ, എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാനൊരു ലെറ്റർ എഴുതുന്നു. ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നത് എഴുതുക എന്നുള്ളതാണ്. സബ്ജക്റ്റ് ഐ. വെർബിനോട് ഞാൻ ചോദിക്കുകയാണ് എന്താണ് എഴുതുന്നത്. എന്താണ് എഴുതുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു ഉത്തരം കിട്ടുന്നുണ്ട്, എ ലെറ്റർ. അതാണ് അവിടുത്തെ അക്യൂസാറ്റീവ് ഒബ്ജക്റ്റ്. അതേസമയം ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ്, ആർക്കാണ് എഴുതുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു ഉത്തരം കിട്ടുന്നുണ്ട്, ടു ദ ഫ്രണ്ട്. അതാണ് ഇവിടുത്തെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. അതായത് ഞാൻ ചോദിച്ചു ഞാൻ എന്താണ് എഴുതുന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്കെന്നുള്ള ഉത്തരം കിട്ടി, എ ലെറ്റർ. അപ്പോൾ ആ ലെറ്റർ, അതായത് അവിടുത്തെ ഡയറക്റ്റ് ഒബ്ജക്റ്റായ അക്യൂസാറ്റീവ് ഒബ്ജക്റ്റായ ആ ലെറ്റർ ഞാൻ ആർക്ക് വേണ്ടിയാണ് എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു ഉത്തരം കിട്ടുന്നുണ്ട്, ടു ദ ഫ്രണ്ട്. ഇത് മോസ്റ്റ്ലി ഒരു പേഴ്സണെ ആയിരിക്കും ഉദ്ദേശിക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ ട്രാൻസ്ലേഷൻ നമുക്ക് നോക്കാം. ഐ, ഇഷ്, പേഴ്സണൽ പ്രൊനൗമൻ ഇഷ്. എപ്പോഴും സബ്ജക്റ്റ് എപ്പോഴും നോമിനാറ്റീവ് ആയിരിക്കും. അടുത്തത് എഴുതുക എന്നുള്ളതിൻ്റെ വെർബ് ഷ്രൈബനാണ്, ഇൻഫിനിറ്റീവ് ഫോം ഷ്രൈബൻ. അത് ഇഷ് എന്ന പേഴ്സണൽ പ്രൊനോമിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ ഇഷ് ഷ്രൈബർ. ദു ആയിരുന്നെങ്കിലോ ദു ഷ്രൈബ്സ്റ്റ്. എയർ, സി, യെസ്. ഹി, ഷീ, ഇറ്റ് ആയിരുന്നെങ്കിലോ ഷ്രൈബ്ഡ് എന്ന് വന്നേനെ. ഇവിടെ നമ്മൾ ഐ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇഷ് ഷ്രൈബർ. ഇനി ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ഡെയർ ഫ്രോയിൻഡൻ എന്നാണ്. ഇപ്പോൾ നിങ്ങൾ A1 പഠിക്കുന്ന സമയത്ത് സെൻറ്റൻസ് സ്ട്രക്ചർ സബ്ജക്റ്റ്, വെർബ്, ഡാറ്റീവ് ഒബ്ജക്റ്റ്, അക്യൂസാറ്റീവ് ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അതായിരിക്കും നിങ്ങൾക്ക് പഠിക്കാനും ഓർത്തിരിക്കാനും ആയിട്ടുള്ള ഒരു എളുപ്പം. വരും ക്ലാസ്സുകളിൽ, ഫ്യൂച്ചർ ക്ലാസ്സുകളിലൊക്കെ ഈ സെൻറ്റൻസ് സ്ട്രക്ചർ മാറുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വയ്ക്കുക. ഇനി നമ്മൾ എഴുതേണ്ടത് ഡാറ്റീവ് ഒബ്ജക്റ്റ്. ഇത് ഡാറ്റീവ് ഒബ്ജക്റ്റ് എന്താണ്? ടു ദ ഫ്രണ്ട്. ടു ദ ഫ്രണ്ടാണ് ഇവിടുത്തെ ഡാറ്റീവ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ ഞാൻ ഫീമെയിൽ ഫ്രണ്ടിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫ്രണ്ട് എന്നുള്ളതിൻ്റെ ജർമ്മൻ വേർഡ് എന്ന് പറയുന്നത് ഡെയർ ഫ്രോയിൻഡ്. അത് മസ്കുലിൻ നൗണാണ്. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഫീമെയിൽ ഫ്രണ്ടിനെയാണ്. ഫീമെയിൽ ഫ്രണ്ട് വരുമ്പോൾ അത് നമ്മൾ എഴുതുന്നത് ഡി ഫ്രോയിൻഡിൻ എന്നാണ്. അതൊരു ഫെമിനിൻ നൗണാണ്. അപ്പോൾ ഈ സെൻറ്റൻസിൽ നമ്മളത് എങ്ങനെ എഴുതും? ഡാറ്റീവ് കേസ് വരുമ്പോൾ ഡി ഫ്രോയിൻഡിൻ എന്നുള്ളത് ഡെയർ ഫ്രോയിൻഡിൻ എന്നാവും. ഡെയർ ഫ്രോയിൻഡിൻ. അതേസമയം ഇത് ഇവിടെ ഞാൻ ഫീമെയിൽ ഫ്രണ്ട് അല്ലാതെ ഒരു മസ്കുലിൻ നൗണാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിലോ, ഡെയർ ഫ്രോയിൻഡ് ആയിരുന്നെങ്കിലോ ഇവിടെ എങ്ങനെ വന്നേനെ? ഡെയിം
ഫ്രോയിൻഡ് എന്ന് വന്നേനെ. മനസ്സിലായോ? സോ അതുകൊണ്ടാണ് പറയുന്നത് നൗണ് പഠിക്കുമ്പോൾ എപ്പോഴും ആർട്ടിക്കിൾ കൂടി ചേർത്ത് പഠിക്കുക, എന്നാലേ നമുക്ക് ശരിയായിട്ട് എഴുതാൻ പറ്റും. ഇനി einen Brief. ഇവിടുത്തെ അക്യൂസാറ്റീവ് ഒബ്ജക്റ്റ് എന്താണ്? എ ലെറ്റർ. എ ലെറ്റർ. ലെറ്റർ എന്നുള്ളത് ഡെയർ ബ്രീഫ്, മസ്കുലിൻ നൗണാണ്. ഇവിടെ വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്, അഥവാ unbestimmte ആർട്ടിക്കിൾ. അപ്പോൾ എ ലെറ്റർ എന്നുള്ളത് മസ്കുലിൻ നൗൺ, അക്യൂസാറ്റീവ് കേസ് വരുമ്പോൾ einen ബ്രീഫ് എന്നാവും. ഒന്നുകൂടി പറയാം. ഐ ഇഷ്, വെർബ് കോൺജുഗേറ്റ് ചെയ്ത് എഴുതി schreibe, അത് കഴിഞ്ഞ് ഡാറ്റീവ് ഒബ്ജക്റ്റ് എഴുതി ഡി ഫ്രോയിൻഡിൻ എന്നുള്ളത് ഡാറ്റീവ് കേസ് വരുമ്പോൾ ഡെയർ ഫ്രോയിൻഡിൻ എന്നാവും, അതും അതുപോലെ എഴുതി. അത് കഴിഞ്ഞ് അക്യൂസാറ്റീവ് ഒബ്ജക്റ്റ് എ ലെറ്റർ. ബ്രീഫ് എന്നുള്ളത് ഡെയർ ബ്രീഫാണ്, മസ്കുലിൻ നൗണാണ്. അക്യൂസാറ്റീവ് കേസിൽ എന്താവും? unbestimmte ആർട്ടിക്കിൾ einen നാവും. einen ബ്രീഫ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ദ ഫാദർ ഗീവ്സ് ദ സൺ എ ബുക്ക്. ഫാദർ മകനൊരു ബുക്ക് നൽകുന്നു. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ ഫാദർ, നൽകുക ഗീവ്സ് എന്ന് പറയുന്ന ഇവിടുത്തെ വെർബാണ്. ദ സൺ എന്ന് പറയുന്നത് ഇവിടുത്തെ ഡാറ്റീവ് ഒബ്ജക്റ്റാണ് അല്ലേ? എ ബുക്ക് എന്ന് പറയുന്നത് അക്യൂസാറ്റീവ് ഒബ്ജക്റ്റുമാണ്. ഫാദർ എന്താണ് കൊടുക്കുന്നത്? ബുക്ക് കൊടുക്കുന്നു. ഞാൻ ആ ചോദ്യവാക്ക് അക്യൂസാറ്റീവ് ഒബ്ജക്റ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ചോദ്യവാക്ക് ഞാൻ ചോദിക്കുകയാണ്, ഫാദർ എന്താണ് കൊടുക്കുന്നത്? ഫാദർ കൊടുക്കുന്നത് എന്താണ്? ഒരു ബുക്കാണ്. അതാണ് അവിടുത്തെ അക്യൂസാറ്റീവ് ഒബ്ജക്റ്റ്, അതായത് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ അതിൻ്റെ സ്വീകർത്താവ് ആരാണ്? ആ ഒരു ആക്ഷൻ റിസീവ് ചെയ്യുന്ന ആരാണ്? അവിടുത്തെ ഡാറ്റീവ് ഒബ്ജക്റ്റായ ദ സൺ. സോ അതാണ് അവിടുത്തെ ഡാറ്റീവ് ഒബ്ജക്റ്റ്. ഇനി ട്രാൻസ്ലേഷൻ നോക്കാം. ദ ഫാദർ, ഡെയർ ഫാദർ, ഇതെന്ന് പറയുന്നത് മസ്കുലിൻ നൗണാണ്. ഫാദർ സബ്ജക്റ്റ് നോമിനാറ്റീവ്. നൽകുക എന്നുള്ളതിൻ്റെ വെർബ് ഗേബൻ. ഡെയർ ഫാദർ എന്നുള്ളത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? തേർഡ് പേഴ്സൺ സിംഗുലാർ. അപ്പോൾ ഗിഫ്റ്റ്, ഡെയർ ഫാദർ ഗിഫ്റ്റ്. ഡെയിം സൺ, ഡാറ്റീവ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ സണ്ണാണ്. സണ്ണിന് ജർമ്മനിൽ പറയുന്ന വേർഡ് ഡെയർ സോൺ. അപ്പോൾ ഇവിടുത്തെ കേസ് ഡാറ്റീവാണ്. ഡാറ്റീവ് മസ്കുലിൻ വരുമ്പോൾ ഡെയിം സോൺ. ഇനി ഇവിടുത്തെ അക്യൂസാറ്റീവ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എ ബുക്ക്, ein ബുക്ക്. ബുക്ക് എന്ന് പറയുന്നത് ദസ് ബുക്ക് നോയിത്രോ ആണ്. അപ്പോൾ അക്യൂസാറ്റീവ് കേസ് വരുമ്പോൾ ein ബുക്ക് എന്നായിട്ട് മാറും. ഇവിടെ എ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ unbestimmte ആർട്ടിക്കിളാണ് എടുക്കേണ്ടത്. ദ ബുക്ക് ആയിരുന്നെങ്കിൽ bestimmte ആർട്ടിക്കിൾ നമ്മൾ ദസ് എഴുതിയേനെ. അപ്പോൾ unbestimmte ആർട്ടിക്കിൾ വരുമ്പോൾ ein ബുക്ക്. ഇനി അടുത്തൊരു സെൻറ്റൻസ് നോക്കാം. ദ വെയ്റ്റർ ബ്രിങ്സ് ദ ഗസ്റ്റ് ദ ഫുഡ്. വെയ്റ്റർ ഗസ്റ്റിന് എന്തെടുക്കുന്നു? ഫുഡ് കൊണ്ടുവരുന്നു. അപ്പോൾ കൊണ്ടുവരിക എന്നുള്ളതാണ് വെർബ്. ദ വെയ്റ്റർ എന്നുള്ളത് ഇവിടുത്തെ നോമിനാറ്റീവ് സബ്ജക്റ്റ്. അപ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഡെയർ കെൽനർ എന്നാവും. അത് കഴിഞ്ഞ് ബ്രിങ്സ്, കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ വെർബ് ബ്രിങ്ങൻ. അത് ദ വെയ്റ്റർ, അതായത് തേർഡ് പേഴ്സൺ സിംഗുലാറിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ ബ്രിങ്ഡ് എന്നാവും. അത് കഴിഞ്ഞ് ഇവിടുത്തെ ഡാറ്റീവ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഗസ്റ്റ്. ഗസ്റ്റ് എന്നുള്ളതിൻ്റെ ജർമ്മൻ വേർഡ് ഡെയർ ഗാസ്റ്റ് എന്നാണ്, മസ്കുലിൻ നൗൺ. സോ ഡാറ്റീവ് വരുമ്പോൾ ഡെയിം ഗാസ്റ്റ് എന്നാവും. അത് കഴിഞ്ഞ് അക്യൂസാറ്റീവ് ഒബ്ജക്റ്റ് ദ ഫുഡിന് ദസ് എസൻ എന്നാണ് പറയുന്നത്. അപ്പോൾ
നോയിത്രം ദസ് എന്നുള്ളത് ദസ് തന്നെയാണ്. സോ ദസ് എസൻ. ഡെർ കെൽനർ ബ്രിങ്ഡ് ഡീം ഗാസ്റ്റ് ദസ് എസൻ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിൽ ഡാറ്റീവ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡെർ ഫ്രോയിൻഡീൻ. ഓക്കെ, അക്വസാറ്റീവ് എന്ന് പറയുന്നത് ഐനൻ ബ്രീഫ്. രണ്ടാമത്തെ സെൻറ്റൻസിൽ ഡാറ്റീവ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡേം സോൺ. അക്വസാറ്റീവ് ഒബ്ജക്റ്റ് ഐൻ ബൂഹ്. മൂന്നാമത്തെ സെൻറ്റൻസിൽ ഡാറ്റീവ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡേം ഗാസ്റ്റ്. അക്വസാറ്റീവ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ദസ് എസൻ. കൂടുതൽ എക്സാമ്പിൾ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.